നാലമ്പല തീർത്ഥാടന വഴിയിലെ മൂന്നാമത്തെ ക്ഷേത്രമായ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ വൈക്കം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന തിരുമൂഴിക്കുളം ക്ഷേത്രമാണ്. ഇത് കോട്ടയം ജില്ലയുടെ വടക്കേ അറ്റത്തായി വൈക്കം താലൂക്കിലും ഉൾപ്പെടുന്ന ക്ഷേത്രമാണ്. മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ മുളക്കുളം വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഇവിടുന്ന് ഒരു പാലം കടന്നാൽ, ഒരു സ്വല്പം ദൂരം കടന്നാൽ അപ്പുറത്തേക്ക് എറണാകുളം ജില്ലയായി. എറണാകുളം ജില്ലയോട് ഇതിന് സമീപ പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന 3 ക്ഷേത്രങ്ങൾ, അതായത് മാമ്പലശ്ശേരിയിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം, വളരെ അകലെയല്ലാതെ പാമ്പാക്കുട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മേമ്മുറി ഭരതസ്വാമി ക്ഷേത്രം, മാമ്പലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം തന്നെയുള്ള നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളുമായി ചേർന്നാണ് നാലമ്പല തീർത്ഥാടനം നടക്കുന്നത്. ഒരു കോവിഡ് സാഹചര്യം മാറിയതിന് ശേഷം ഏറ്റവും വലിയ തീർത്ഥാടക പ്രവാഹമുണ്ടായ വർഷമാണ് ഇത്. മറ്റ് ക്ഷേത്രങ്ങളിലെ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആയതിനാൽ ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രോപദേശക സമിതിയും ചേർന്നാണ്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുടെ പ്രാതിനിധ്യ സംഘടനയായ ക്ഷേത്രോപദേശ സമിതിയും ചേർന്ന് ഒരുക്കങ്ങൾ നടക്കുകയും ക്ഷേത്രത്തിലെ വഴിപാടുകൾ എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഭക്തർക്ക് ഉള്ള അന്നദാനം, മറ്റു കാര്യങ്ങളെല്ലാം ക്ഷേത്രോപദേശ സമിതിയാണ് ചെയ്യുന്നത്. ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് അന്നദാനവും മറ്റും. രാവിലെ ഭക്തജനങ്ങൾ എത്തുമ്പോൾ മുതൽ തന്നെ രാവിലെ അന്നദാന മണ്ഡപത്തിൽ വളരെ അനുസ്യൂതമായി അന്നദാനം നടക്കുകയാണ്. ഉച്ചപൂജ, ഉച്ചശിവേലി കഴിയുന്നതുവരെ അത് തുടരും. അതൊരു വലിയ പ്രക്രിയയാണ്. കഞ്ഞിയും കപ്പയുമാണ് അന്നദാനമായി നൽകുന്നത്. അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി നൽകുന്നുണ്ട്. പ്രധാന വഴിപാട് പാൽപ്പായസമാണ് പ്രധാന വഴിപാട്. പിന്നെ പായസം, അതുപോലെയുള്ള വഴിപാടുകളെല്ലാം ഉണ്ട്. പിന്നെ തട്ടനിവേദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വഴിപാടുകളെല്ലാം കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്നു പോരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, പറവൂര്, അതായത് ആലുവ മാള റൂട്ടിൽ ചാലക്കുടി പുഴയോരത്ത് പാറക്കടവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ ലക്ഷ്മണ പെരുമാളിൻ്റെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തൃപ്രയാർ, തിരുമൂഴിക്കുളം, കൂടൽമാണിക്യം, പായ്മേൽ, ഈ 4 ക്ഷേത്രങ്ങളുമായുള്ള നാലമ്പല തീർത്ഥാടനം പ്രസിദ്ധമാണ്. ആ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ എഴുന്നള്ളി ഇവിടെ കുടികൊണ്ടതാണെന്നാണ് വിശ്വാസം. അത് ഏതാണ്ടൊരു ചരിത്രപരമായി തന്നെ ഉള്ള സംഗതിയാണ്. അവിടുത്തെ ഊരാളന്മാരും ഉള്ള ഒരു നാട്ടുരാജാവും ഊരാളന്മാരും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം മൂലമായിട്ടാണ് ഭഗവാനെ ഇങ്ങോട്ട് അവർക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അതിനാദ്യമേ ഇറക്കി എഴുന്നള്ളിച്ച സ്ഥലമാണ് ഇതിന് തൊട്ടു പുറകിൽ കാണുന്ന കരിമലക്കോട്ട് കൊട്ടാരം. ആ കൊട്ടാരത്ത് നിന്ന് പിന്നീട് ഈ നാട്ടിലെ പ്രമാണിമാരും അവിടെ നിന്ന് ഭഗവാന്റെ കൂടെ പോകുന്ന ആളുകളും, അത് വിവിധ മതസ്ഥരുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ചേർന്ന് ഇവിടെ ക്ഷേത്രം പണിയുകയും, ഈ ക്ഷേത്രം ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ ക്ഷേത്രം ലക്ഷ്മണസ്വാമി ഇവിടെ കുടികൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചാത്തക്കുളത്ത് ശിവപാർവതി കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു. അതിനുശേഷം വേട്ടയ്ക്കൊരുമകൻ ശാസ്താവിനെ തൊട്ടടുത്ത് പ്രതിഷ്ഠിച്ചു. പിന്നീട് ഭഗവതിയുടെ പ്രതിഷ്ഠ വന്നു, നാഗരാജ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വിവിധ ഉപദേവന്മാരായി മറ്റത് സ്ഥിതി ചെയ്യുന്നു. അതിനു മുമ്പ് ആദ്യം മൂലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ശിവപാർവതി പ്രതിഷ്ഠയാണ്, അതായത് കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠയാണ്. അതും വിശേഷപ്പെട്ടതാണ്. വരിക്കപ്ലാവിലുള്ള ദാരുശില്പത്തിൻ്റെ പ്രതിഷ്ഠ, അത് വളരെ വർഷങ്ങൾ പഴക്കമുള്ളത് തന്നെയാണ് ഇന്നും ക്ഷേത്രത്തിനുള്ളിലുള്ളത്. അതുപോലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സ്വഭാവം അത് ചരസ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എഴുന്നള്ളി ആയതുകൊണ്ട് ശ്രീബലി ബിംബം തന്നെയാണ് പ്രതിഷ്ഠയായിട്ട് ഇവിടെ ഉള്ളത്. മേടമാസത്തിൽ ചതയം നക്ഷത്രത്തിൽ കൊടിയേറി രോഹിണി നാളിൽ ആറാട്ടോടെ 8 ദിവസത്തെ ഉത്സവമാണ്, തിരുവുത്സവമാണ് പ്രധാനമായിട്ടുള്ളത്. മകരസംക്രമ ദിവസം നടത്തുന്ന കാവടിയാട്ടം വളരെ പ്രസിദ്ധമാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായി വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ. ഇന്ന് കർക്കിടക മാസമെന്ന് ആരും പറയാറില്ല, രാമായണ മാസമായി അത് മാറിക്കഴിഞ്ഞു. രാമായണ മാസത്തിൽ നടക്കുന്ന നാലമ്പല തീർത്ഥാടനം, അത് ഈ നാട് സജീവമാകുന്ന ഒരു ദിവസമാണ്. അവധി ദിവസങ്ങളിൽ ഈ സമീപത്തെങ്ങും വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്നാലും പാർക്ക് ചെയ്യാൻ പരമാവധി സൗകര്യമുള്ള സ്ഥലമാണ്. അത്രമാത്രം വണ്ടികളെല്ലാം നിറയും. രാവിലെ മുതൽ തന്നെ ഇവിടെ ആളുകൾ, വാളണ്ടറിമാർ വാഹനങ്ങൾ നിയന്ത്രിക്കാനും മറ്റുമായി ഉണ്ടാവും.
അന്നദാനത്തിനായിട്ട് രാവിലെ ഏതാണ്ട് 3 മണി മുതൽ തന്നെ പ്രവർത്തകർ അതിന് സജ്ജമാവും. ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്കും ആയിട്ടും രാവിലെ നട തുറക്കുമ്പോൾ മുതൽ തന്നെ ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. ഓരോ വർഷവും തീർത്ഥാടകരുടെ പല നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് കൂടിക്കൊണ്ടുവരികയാണ്. ഇനിയും ഇത് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നീങ്ങും തന്നെയാണെന്നാണ് ഈ വർഷത്തെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും വെളിവാകുന്നത്. കർക്കിടക മാസത്തിലെ കർക്കിടകം 16-ാം തീയതി നടക്കുന്ന ഔഷധ സേവാ ദിനം അതും കൂടി ഇവിടെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. കാരണം ഞങ്ങൾ ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ളൊരു പ്രധാന അതിൻ്റെ ഒരു സ്ലോഗൻ ആയിട്ട് തന്നെ ഞങ്ങൾ പറയാറുള്ളത് അറിവ്, ഐശ്വര്യം, രോഗശാന്തി ഇതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അറിവിൻ്റെ ദേവനാണ്, ഐശ്വര്യത്തിൻ്റെ ദേവനാണ്, രോഗശാന്തിയുടെയും ദേവനായതിനാൽ ഔഷധ സേവാദിനത്തിനും പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഇത്രയുമാണ് പ്രധാനമായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്. നമസ്കാരം.